ഇന്നത്തെ വചനചിന്തയ്ക്കായി യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 35 14 എന്നാൽ ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല. ദൈവം നമ്മോട് സംസാരിക്കാത്ത ദിവസങ്ങളില്ല. ദൈവത്തിന്റെ ശബ്ദം ഒരിക്കലും മിണ്ടാതിരുന്നിട്ടില്ല. പ്രവാചകന്മാരിലൂടെയും ദൈവവചനത്തിലൂടെയും ആത്മാവിന്റെ ശാന്തമായ പ്രേരണകളിലൂടെയും ദൈവം തുടർച്ചയായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നുവോ? നിങ്ങൾ അനുസരിക്കുന്നുവോ? ആദാമിന്റെ ഒരു അനുസരണക്കേടാണ് മനുഷ്യനെ പാപത്തിലേക്കും ശാപത്തിലേക്കും കൊണ്ടുപോയത്. യേശു ക്രിസ്തുവിന്റെ പൂർണ്ണമായ അനുസരണമാണ് നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. ഇത് നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യമാണ്. അനുസരണം തന്നെയാണ് അനുഗ്രഹത്തിലേക്കുള്ള ചവിട്ടുപടി. ദൈവവചനം നമ്മോട് പറയുന്നു, യാഗത്തെക്കാൾ ശ്രേഷ്ഠം അനുസരണമാണ്. എത്ര പ്രാർത്ഥിച്ചാൽ, എത്ര യാഗങ്ങൾ കഴിച്ചാലും, എത്ര ആത്മീയ സേവനങ്ങൾ ചെയ്താലും ദൈവത്തിന്റെ വചനത്തിനനുസരിക്കാത്ത ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല. ബൈബിളിൽ അനുസരണക്കേടിന്റെ ഉദാഹരണങ്ങൾ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ലോത്തിന്റെ ഭാര്യ ദൈവവചനത്തെ അനുസരിക്കാതെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉപ്പുതൂണായി തീർന്നു. ശൗൽ രാജാവ് അനുസരണക്കേട് രാജ്യത്തും നഷ്ടപ്പെടുവാൻ കാരണമായി. യോനാ പ്രവാചകന്റെ അനുസരണക്കേട് അവനെ വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ എത്തിച്ചു. എന്നാൽ അനുസരിച്ചവർ അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാം ദൈവത്തിന്റെ വാക്ക് അനുസരിച്ച് വീടും ദേശവും വിട്ടപ്പോൾ ജനതകളുടെ പിതാവായി തീർന്നു. നോഹ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് പെട്ടകം പണിതപ്പോൾ കുടുംബത്തെ രക്ഷിച്ചു. ശിഷ്യന്മാർ യേശുവിന്റെ വാക്ക് അനുസരിച്ചപ്പോൾ ലോകത്തെ ഒരുക്കിയ സുവിശേഷകന്മാരായി തീർന്നു. അനുസരണം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അത് ഒരു തീരുമാനമാണ്. എന്റെ വഴിയല്ല, കർത്താവിന്റെ വഴിയാണ് എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ നമുക്കായി തുറക്കപ്പെടുന്നു. ഈ വലിയ പ്രത്യാശയോടെ നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. അനുസരണം ദൈവത്തിന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്നു. അനുസരണം അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കുന്നു. അനുസരണം നാശത്തിന്റെ വഴിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഈ ദൈവശബ്ദം കേട്ട ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചന മുഖാന്തരം അവിടെ മേൽ തുറക്കപ്പെടേണ്ട എല്ലാ ദൈവിക നന്മകളെയും തുറന്നു പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.